ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു സൈലം. ഇറ്റ്സ് മീ വിജിആർ. മക്കൾ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അടിപൊളിയായിട്ട് നമ്മൾ നമ്മുടെ 8ാം ക്ലാസ്സിലേക്ക് കടന്നു. മാറിയ സിലബസിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ കിടില സാരമായിട്ട് തന്നെയാണ് വന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങളോട് പറയാനുള്ളത്, ക്ലാസ് കാണുന്നതിന് മുമ്പേ ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ ക്ലാസ് കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഉറപ്പായിട്ടും എന്ത് ചെയ്യണം, കമൻറ്റ് സെക്ഷനിൽ ഫീഡ്ബാക്ക് അറിയിക്കണം. ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്. കാരണം നിങ്ങളുടെ ഫീഡ്ബാക്കുകൾ കണ്ടിട്ടാണ് വീണ്ടും വീണ്ടും ക്ലാസ്സുകൾ നിങ്ങൾക്ക് തരുന്നത്. അപ്പം ഞാനിപ്പോൾ എന്തിനാ അവിടെ വന്നു വെച്ചാൽ, സ്കൂളൊക്കെ തുറന്നു, നല്ല പഠിത്തത്തിൻ്റെ മൂഡിലേക്ക് നിങ്ങൾ വരണം. വന്നിട്ടില്ല എങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ മനസ്സിലാക്കി വെച്ചോളൂ. കഴിഞ്ഞ കൊല്ലം 1.5 ലക്ഷത്തോളം കുട്ടികളാണ് 8ാം ക്ലാസ്സിൽ തോറ്റത്. ഇക്കൊല്ലം നിങ്ങൾക്കും അതുപോലൊരു അവസരം വേണോ? തോൽക്കാൻ വേണ്ടല്ലോ. നിങ്ങളെ തോൽക്കാൻ സൈലം സമ്മതിക്കൂല. അതുകൊണ്ട് തന്നെ പറയാണ്, മക്കളെ ഞങ്ങളെ കൂടെ വാ. നമ്മൾ ഉറപ്പായിട്ടും എന്ത് ചെയ്യും, ഈ ഒരു ചാപ്റ്റർ നല്ല എല്ലാ ചാപ്റ്ററും ഒരേ പൊളി സെറ്റാക്കി വെക്കും. അപ്പോൾ നമുക്ക് ഇനി കൂടുതൽ പറച്ചിലൊന്നും വേണ്ട. നമ്മൾ ഏതാണ് ചാപ്റ്റർ, മാറിയ സിലബസിലുള്ളൊരു സാധനമാണ് ഞാൻ കാണിച്ച ചാപ്റ്ററിൻ്റെ ഫസ്റ്റ് ചാപ്റ്റർ ഇതാ, വർഗ്ഗങ്ങൾ, സ്ക്വയേഴ്സ്. ഇതേണ്ട ഈ ഒരു ചാപ്റ്ററാണ് ആ ചാപ്റ്റർ. ഫസ്റ്റ് ചാപ്റ്റർ. ആ ചാപ്റ്റർ കിടിലം ചാപ്റ്റർ എന്ന് പറയാൻ മാത്രമൊന്നുമില്ല. ചെറിയൊരു പാഠം, വെറും 8 പേജുള്ള ടെക്സ്റ്റ് ബുക്കിലെ ആദ്യത്തെ പാഠം നമ്മുടെ ചാപ്റ്റർ വർഗ്ഗങ്ങൾ, സ്ക്വയേഴ്സ്. എന്താ സാധനം? 11x11. ഗുണിക്കാനിപ്പോൾ പഠിപ്പിക്കാനാണോ ചെങ്ങായി ഇങ്ങോട്ട് വന്നത് നിലപ്പഞ്ഞ് ചോദിച്ച്? ഗുണിക്കാൻ പഠിപ്പിക്കാനല്ല ഞാൻ വന്നത്. ഈ 11 ഗുണിക്കുക എന്ന് പറഞ്ഞാൽ, മൾട്ടിപ്ലൈ ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, എനിക്കും അറിയാം. 11x11 പറഞ്ഞാൽ അങ്ങനെ ഗുണിക്കാൻ അല്ലേ, ഏത് 4ാം ക്ലാസ്സിൽ 5ാം ക്ലാസ്സിലൊക്കെ സാധനം പഠിക്കുന്ന. പക്ഷേ ഈ ഒരു മെത്തേഡിന് പുറമെ മറ്റൊരു മെത്തേഡ് നിങ്ങൾ 8ാം ക്ലാസ്സിൽ കൊണ്ടുവരുന്നു എന്നുള്ളതാണ് ഇവിടെ നിങ്ങൾ പഠിക്കേണ്ടത്. അതായത് സാർ ഇതും ഗുണിച്ചാൽ പോരെ സാർ, നമുക്ക് ആൻസർ കിട്ടൂലേ, എന്തിനാ സാർ വേറൊരു മെത്തേഡ്, നമുക്ക് ഉത്തരം കിട്ടൂലേ എന്ന് വെച്ചാൽ, ഈ ഉത്തരമൊക്കെ കിട്ടും, ഉത്തരം ശരിയാണ്. പക്ഷേ ഇത് മറ്റൊരു കോൺസെപ്റ്റിലേക്ക് വരുന്നുണ്ട്. വേറൊരു കോൺസെപ്റ്റ് വരുന്നുണ്ട് ഞാൻ. ആ കോൺസെപ്റ്റ് ഏതാണെന്ന് ഞാൻ പറഞ്ഞുതരാം. A+B² എന്ന് പറഞ്ഞിട്ട് സാധനമാണ്. പേടിക്കണ്ട കേട്ടോ. A+B² എന്ന് കേട്ടപ്പോൾ തന്നെ കുഞ്ഞോളാടെ അച്ഛനെ എന്നെ കൊണ്ട് പറ്റൂലോ എന്ന് പറഞ്ഞിട്ട് ഇല്ല കേട്ടോ, ഒന്നുമില്ല. അപ്പം 11x11 മറ്റൊരു മെത്തേഡാണ്. എനിക്ക് തോന്നുന്നത് 4ാം ക്ലാസ്സിൽ ഈ ഒരു ചാപ്റ്ററിൽ, ഏതൊരു ചാപ്റ്ററിൽ 4ാം ക്ലാസ്സിൽ അവിടെ ഈ ഒരു ചാപ്റ്റർ ഉണ്ട്. ആ ചാപ്റ്ററിൽ ഗുണിക്കാനുള്ളൊരു മെത്തേഡ്, കറക്റ്റ് ഒരു ചതുരമൊക്കെ വരച്ചിട്ടുള്ളൊരു മെത്തേഡ്, അതേ സാധനം നിങ്ങൾ 8ാം ക്ലാസ്സിലും കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് പഠിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ആ ഒരു സാധനം ഏതാണെന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ആദ്യം നിങ്ങളോട് പറയാനുള്ളത്, 11 ജസ്റ്റ് ഒന്ന് മുറിക്കാം. ആർക്കും ബുദ്ധിമുട്ടില്ലല്ലോ, കത്തിയെടുത്ത് മുറിക്കൊന്നും വേണ്ടടോ. ജസ്റ്റ് 11 ഒന്ന് മുറിച്ചേക്ക്. 11 എങ്ങനെ മുറിക്കണം അറിയാം? 10+1 ആയിട്ട് മുറിക്കാം. കത്തിച്ച് വെക്കണേ. 10+1 ആയിട്ട് മുറിക്കാം. 10+1 എന്തിനാ മുറിക്കുന്നത് വെച്ചാൽ 10ൻ്റെതായിട്ട് മുറിക്കാം. ഇപ്പോൾ 12 ആണെങ്കിലോ 10+2, 13 ആണെങ്കിലോ 10+3, അങ്ങനെ മുറിക്കുക. അതുപോലെ തന്നെ നടുക്കുള്ള ചിഹ്നം ഇൻറ്റു ആണ്. 11 10+1 ആയിട്ട് മുറിക്കുക. കണ്ടോ, ഈ 2 നമ്പറുകളെയും നിങ്ങൾ എന്ത് ചെയ്യുന്നു, 10+1 10+1 എന്നുള്ള രീതിയിലേക്ക് മുറിക്കുക. ഇനി എന്താ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഒരു ചെറിയൊരു പെട്ടിക്കോളം വരച്ചിട്ട് ആ പെട്ടിയിൽ ചെയ്ത്, നിങ്ങൾ ഈ സുഡോക്ക് കളിച്ചിട്ടുണ്ടോ, നമ്മളെ ചെറിയ പസിൽ ഗെയിംസൊക്കെ, ആ ഒരു പസിൽ ഗെയിം പോലെ നമുക്കിത് എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളത് പറയാം. ഓക്കെ, 11x11 നമ്മൾ എന്ത് ചെയ്തു, ഒരു 11 നമ്മൾ 10+1 ആക്കി, അടുത്ത 11 10+1 ആക്കി, ഒരേ പ്ലി. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്, ഇവിടെ ഒരു പെട്ടിക്കോളം വരച്ചു. ആർക്കും ബുദ്ധിമുട്ടില്ലല്ലോ, ചെറിയൊരു പെട്ടിക്കോളം. എന്നിട്ട് അതിനെ നേരെ ക്രോസ് ആക്കിയിട്ട് നേരെ ക്രോസ് ആക്കിയിട്ട് ഇങ്ങനെ 2 കോളങ്ങൾ വരച്ചു. ഒന്ന് ആലോചിച്ചിട്ട് നിങ്ങൾ പറയണേ. ആ ആദ്യത്തെ 10+1 നിങ്ങൾ എന്ത് ചെയ്യണം, മുകളിൽ എഴുതാം. എങ്ങനെ എഴുതാം? എങ്ങനെ വേണമെങ്കിലും എഴുതാം. കൈ കൊണ്ട് 10 1 കണ്ടോ, 10+1 എങ്ങനെയാ, 10 ഒരു കണ്ടം 1 മറ്റേ കണ്ടം എന്നുള്ള നിലക്ക് മുകളിൽ എഴുതാം. അതാണ് 10+1 മതി. അതുപോലെ തന്നെ അടുത്ത 10+1 താഴെ ഇങ്ങനെ എഴുതാം. എങ്ങനെ എഴുതണം? ഒരു 10 ഇവിടെ എഴുതാം, ഒരു ഇവിടെ 1 ഇവിടെ എഴുതാം. ഇതാർക്കും ബുദ്ധിമുട്ടില്ലല്ലോ. ഒരു പെട്ടിക്കോളം വരയ്ക്കുക, നടുവിൽ 2 വര വരയ്ക്കുക. ആദ്യത്തെ 10+1 ഇങ്ങോട്ട് എഴുതുക, അടുത്ത 10+1 ഇങ്ങോട്ട് എഴുതുക. 2 കഷ്ണങ്ങൾ. ഈ കോളത്തിൽ കുറേ നമ്പറുകളുണ്ട്. ആ നമ്പർ ഫില്ലപ്പ് ചെയ്താൽ ആൻസർ ഒരേ പൊളി കിടിലമായിരിക്കും. ഞാൻ പറഞ്ഞുതരാം. ഈ 10ഉം കൂടെ ഗുണിക്കുക. ആ 2 ഗുണിച്ച് കിട്ടുന്ന സംഖ്യ ഇവിടെ എഴുതണം. കേട്ടോ, ഒരു പസിൽ പോലെ ചെയ്ത് നോക്ക്. 10ഉം ഗുണിച്ചേ 100. അപ്പോൾ ഇവിടെ ആയിരിക്കും നിങ്ങൾക്ക് എത്ര വരിക? 100. കത്തിയോടാ സാധനം, കത്തിയോടാ. അങ്ങനെയാണെങ്കിൽ ഇതേ കണ്ടോ, ഇവിടെ 1, ഇവിടെ 10, ഇത് 2 ഗുണിച്ചിട്ടായിരിക്കണം ഇവിടെ എഴുതേണ്ടത്. കണ്ടോ, ഇതാ അങ്ങനെ ചെയ്യാം. അപ്പോൾ 10x1 എത്രടാ? 10. കത്തിയോ? അതും നിങ്ങൾക്ക് ഒരേ പൊളി സെറ്റായിരിക്കും. അങ്ങനെയാണെങ്കിൽ ഇവിടെ എങ്ങനെ എഴുതാ പറ? ഈ 10ഉം ഈ 1ഉം കൂടെ ഗുണിച്ച 10x1, 10 ഗുണിച്ചാൽ 10. അങ്ങനെ ചെയ്യാം. കണ്ടോ, എന്ത് സുഖമുണ്ട്. അതുപോലെ തന്നെ 1x1 ചെയ്താൽ ഇവിടെ ഉള്ളത് കിട്ടും. ദാറ്റ് ഈസ് 1. 1x1 1.
സെറ്റാണോ ക്ലിയർ അല്ലേ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അവിടെ നിങ്ങൾ ഡിസ്കസ് ചെയ്യേണ്ടത്. ഇനി ഞാൻ എന്ത് ചെയ്യാൻ വേണ്ടി പോവാണ്, ഇവിടെ ഒരു കോളം ഇങ്ങനെ വരയ്ക്കുന്നുണ്ട് 2 ഇതെന്തിനാന്ന് ഞാൻ ചോദിച്ചാൽ ശ്രദ്ധിച്ചു കേട്ടോ. ഈ 100ഉം ഈ 10ഉം ഇതാ കണ്ടോ, ഈ 100 + 10 ഈ സാധനം ഇവിടെ ചെയ്യാം. 100 + 10 എത്രടാ? 110 കത്തിയോ? ആ 110 ആയിരിക്കണം ഇവിടെ എഴുതിയത്. ഓക്കെ, അതുപോലെ തന്നെ അടുത്ത് പറ 10 ഒന്നും കൂട്ടിക്ക്, നേരെ കൂട്ടുക കണ്ടോ, ദൂതും കൂട്ടുക അവിടെ എഴുതാം, ദൂതും കൂട്ടുക 10ഉം 1 കൂട്ടിക്ക് 11. ഓക്കെ, അവിടെ 11 കഴിഞ്ഞൂടാ. ഇതാ ഈ 2 സംഖ്യകൾ ഇതാ 110ഉം 11ഉം കൂടെ കൂട്ടിയ എത്രയാ? 110ഉം 11ഉം കൂടെ കൂട്ടിയ 121. ദാറ്റ് ആൻസർ ഈസ് 121. അവിടെ നിങ്ങൾ മനസ്സിലാക്കി വെച്ചോ, 11ഉം 11ഉം ഗുണിച്ചാൽ 121. ശരിക്കും 11 × 11 ഇങ്ങനെ ഗുണിച്ചാൽ നമുക്ക് എത്ര കിട്ടുക? 121. അതുതന്നെയാണ് സാധനം. കണ്ടോ, ഇത് എഴുതുന്ന ഒരു മെത്തേഡ് ഉണ്ട്. ആ എഴുതുന്ന മെത്തേഡ് ഞാൻ എന്ത് ചെയ്യാം, അടുത്തൊരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. വേണമെങ്കിൽ ഞാൻ ഇതിൽ തന്നെ പറയും, എന്തിനപ്പോൾ അടുത്ത വീഡിയോയ്ക്ക് കാത്തിക്കണില്ലേ? അടുത്ത വീഡിയോയിൽ കംപ്ലീറ്റ് എക്സ്പ്ലനേഷൻ നമ്മൾ എടുത്ത് പറഞ്ഞുതരാം കേട്ടോ. എങ്ങനെ അത് ജസ്റ്റ് എഴുതാൻ ചോദിച്ചാൽ, ഒരു A+B² എന്ന് പറഞ്ഞ സാധനമാണ് ശരിക്കും. ആദ്യം എന്ത് ചെയ്യാം, ആദ്യം 100 എഴുതാം. 100 പ്ലസ് 2 10കളല്ലേ ഉള്ളത്, 2 10. അപ്പം എങ്ങനെ എഴുതാം? 2 × 10 അങ്ങനെ എഴുതാം. 2 × 10 പിന്നെ ഒരു 1 + 1 ഇങ്ങനെ എഴുതി പഠിക്കുക. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ കറക്റ്റ് പറയുന്നുണ്ട് 11ൻ്റെ സ്ക്വയർ എന്നാണ് അർത്ഥം. എന്ത് 2 11 എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? 11ൻ്റെ സ്ക്വയർ അല്ലേ? അങ്ങനെയാണ് നമ്മൾ 2 11 എഴുതുന്നത്. അപ്പോൾ ഈ ഒരു സാധനമാണ് അതിലേക്ക് വരുന്നത്. ഇതാണ് ആൻസർ എത്ര വരുന്നത്? 121. നിങ്ങൾ ഇങ്ങനെ പഠിച്ചില്ലെങ്കിലും ഓർത്ത് വെക്കുക, 100 20 1 കൂട്ടുമ്പോൾ 121 അല്ലേ? ആ ഒരു ഐഡിയ കത്തിച്ച് വെക്കുക, അത്രയൊന്നുമില്ല. ഞാനൊരു ചോദ്യം കൂടെ പറഞ്ഞുതരാം. അപ്പം നിങ്ങളെ തലേൻ്റെ ഉള്ളിൽ ഇങ്ങനെ ബൾബ് ഇങ്ങനെ കത്തും. ഇതാണ് സാധനം കേട്ടോ, ഇതാണ് അതിൻ്റെ ആൻസർ. ഓക്കെ, ഞാൻ ബൾബ് ഇങ്ങനെ കത്തിച്ചരാം. ഇതാ കണ്ടോ 12 × 12. നിങ്ങൾക്കും അറിയാം എനിക്കും അറിയാം 12 × 12 എന്ന് പറഞ്ഞാൽ എന്താണ്? 12ൻ്റെ സ്ക്വയർ. അപ്പം ചോദ്യം വരുമ്പോൾ 12ൻ്റെ സ്ക്വയർ കാണ്, 12ൻ്റെ സ്ക്വയർ കാണ് എന്ന് വരും. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാം? നമ്മളെ പെട്ടിക്കോളം വരച്ച് ടെക്സ്റ്റ് ബുക്കിലുള്ള മെത്തേഡിലൂടെ ചെയ്യാം. മുറിച്ച് 12ന് ഒരൊറ്റ മുറിക്കും 10+2 കണ്ടോ. ഞാൻ നേരത്തെ പറഞ്ഞു 12 ആണെങ്കിൽ 10+2 നടുക്കുള്ള ചിഹ്നം ഇൻറ്റു. അതുപോലെ ഈ 12 ആകുമ്പോൾ 10+2 കണ്ടോ. 2 കഷ്ണങ്ങളാക്കിയിട്ട് 2 വശത്തേക്കും മുറിക്കുക. 10+2 10+2. ഇനി നമ്മളെ പെട്ടിക്കോളം വരച്ച് ഇതാ നമ്മൾ നേരത്തെ ചെയ്ത മാതിരി തന്നെ ഒരു പെട്ടി ഇതാ നേരെ ഒരു വര, ഒരു പെട്ടി നേരെ എന്ത് ചെയ്യണം, ഇങ്ങോട്ടൊരു വര ഒന്ന് ചെയ്ത് ഇതാ എങ്ങനെ ആദ്യം എന്ത് ചെയ്യണം, ആദ്യം 10+2നെ ഇതാ മുകളിൽ എഴുതി 10+2 നടുക്ക് പ്ലസ് ഇടേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. അതുപോലെ അടുത്ത 10+2നെ താഴത്തെ എഴുതി ഒന്ന് ചെയ്തേടാ. ദേ 10ഉം ദേ 10ഉം ഈ 10ഉം 10ഉം ഇൻറ്റു ചെയ്താൽ 100 അവിടെ ഇടാം. ഓക്കെ, അതുപോലെ തന്നെ അടുത്ത് 2 × 10 ഇവിടെ ഗുണിച്ചിട്ട് 2 × 10 എത്ര ഇടാം? 20. ആ 20 ഇവിടെ ഇടാം. ഓക്കെ, അടുത്ത് പസിൽ പോലെ നമ്പർ ഇങ്ങനെ ഫില്ലപ്പ് ചെയ്യുക, അത്രയേ ഉള്ളൂ കേട്ടോ. ഓക്കെ, 10 × 2 ഈ സാധനം എവിടെ ഇതാം? ഇവിടെ ഇതാം. 10 × 2 വാട്ട് ഈസ് ദാറ്റ്? 20. റെഡി ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ പറ 2 × 2 ഗുണിച്ച് കഴിഞ്ഞാൽ ഇവിടെ ഇതാ 2 × 2 എത്രയാണ്? 4. അപ്പം അങ്ങനെ ഓരോ പെട്ടിക്കോളം ചെയ്യാം. ഇനി ഇതൊന്ന് കൂട്ടിക്കേ, 100ഉം 20ഉം ഏതിക്കേ? 120. അടുത്ത അതുപോലെ 20ഉം 4ഉം കൂട്ടിക്കേ, പറ 24. ഇത് രണ്ടും കൂടെ ഒന്ന് കൂട്ടത്തായത്തതാ 120ഉം 24ഉം കൂടെ കൂട്ട്, നേരെ താഴോട്ട് 120 + 24 120 24 എത്ര വരും? 144. ഇവിടെ മനസ്സിലാക്കിക്കോ, 12² എന്ന് പറഞ്ഞാലാണ് 12 × 12 ദാറ്റ് ഈസ് 144. ശരിക്കും 12 × 12 ഗുണിച്ച് 144 എഴുതിയാൽ മതി അല്ലേ? പക്ഷെ ആ ഒരു സാധനമല്ല, ഇതൊരു A+B² എന്ന് പറഞ്ഞ സാധനത്തിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ടാണത്. ഇതെങ്ങനെ നമ്മൾ ശരിക്കും എഴുതാം? ഇതുപോലെ എങ്ങനെ എഴുതാന്ന് ചോദിച്ചാൽ ശ്രദ്ധിച്ചോ. ആദ്യം നിങ്ങൾ എഴുതാൻ പഠിക്കുക എന്ന് പറഞ്ഞാൽ സിമ്പിളാട്ടോ. 12² എങ്ങനെ എഴുതണം? ആദ്യം 100 എഴുതാം. 100 എന്ന് പറഞ്ഞാൽ 10ൻ്റെ സ്ക്വയറാണ്. ആ സാധനം A² പ്ലസ് എന്ന് പറഞ്ഞ സാധനമാണ് കേട്ടോ അത്. പിന്നെ ഈ 2 20 എങ്ങനെ എഴുതണം? 2 × 20. ഇതെന്താ സാധനം എന്നറിയോ? 2 20കളുണ്ടോ, നേരെ ക്രോസ് ആയിട്ട് 2 20, അതാണ് 2 × 20. ഓക്കെ, പിന്നെ അടുത്തൊരു 4. ഇങ്ങനെ എഴുതുക. ഇനി ഇതിൻ്റെ അപ്ഡേഷൻ ഉണ്ട്, ഇതിൻ്റെ നെക്സ്റ്റ് സെക്ഷൻ ഉണ്ട്. അത് അടുത്ത ക്ലാസ്സിൽ നമ്മൾ കംപ്ലീറ്റ് ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ ചെറിയൊരു വീഡിയോ ആണ്, അപ്പോൾ നിങ്ങൾ ആ ക്ലാസ് നിങ്ങൾ കംപ്ലീറ്റ്ലി ഡിസ്കസ് ചെയ്ത്
കഴിഞ്ഞതിന് ശേഷം മാത്രമേ, ഞാൻ പറഞ്ഞില്ലേ ഇതിൻ്റെ കംപ്ലീറ്റ് സെക്ഷൻ അടുത്ത A+B² വരുന്ന സാധനങ്ങളൊക്കെ നമുക്ക് അടുത്ത ക്ലാസ്സിൽ എന്ത് ചെയ്യാം, പഠിക്കേണ്ടതുണ്ട്. അപ്പോൾ നിങ്ങളോടൊക്കെ പറയാനുള്ളത് ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത്. നിങ്ങളുടെ ഫീഡ്ബാക്ക് കണ്ടില്ലേ, അത് കണ്ടിട്ടാണ് ഞങ്ങൾ വീണ്ടും വീണ്ടും ക്ലാസ്സുകൾ തരുന്നത്. അപ്പോൾ വീണ്ടും ഞാൻ പറയുകയാണ്, അപ്പോൾ എൻ്റെ പേരാർക്കും പരിചയമില്ലാത്ത ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് ഞാനൊന്ന് പരിചയപ്പെടുത്താം. ഇറ്റ്സ് മീ വൈശാഖ് JR. ഓക്കെ, പുതിയ കുട്ടികളൊക്കെ ഉണ്ടാവും, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനത് എന്ത് ചെയ്യുന്നത് പറയുന്നത്. അപ്പോൾ ഫീഡ്ബാക്ക് നേരിട്ടും ഈ ഒരു ഐഡിയിലൂടെയും വേണമെങ്കിൽ പറയാം. നിങ്ങളുടെ ഇഷ്ടം പോലെ പറയേണ്ടത് നിങ്ങളുടെ കടമയാണ്, നിങ്ങൾ പറയും എന്നുള്ളത് എനിക്കറിയാം. അപ്പോൾ ഫീഡ്ബാക്ക് ഇടാൻ മറക്കണ്ട. ഓക്കെ, അടിപൊളിയായിട്ട് പഠിക്കാം. വീണ്ടും അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണുന്നവരേക്കും ഇറ്റ്സ് മീ VCR സൈനിങ് ഓഫ്. തകർക്കണ്ടേ നമുക്ക്. ബൈ.